Question number 5. Relations and functions എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Let f is a function defined from R to R, defined by f of x is equal to 2 plus 3a into x square plus a plus 2 by a minus 1 into x plus b where a not equal to 1. അപ്പോൾ നോക്കി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ആ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷണൽ ഇക്വേഷനും അടുത്തതായിട്ട് തന്നിട്ടുണ്ട്. ഏതാണ് ആ ഫംഗ്ഷണൽ ഇക്വേഷൻ? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ പ്ലസ് 1 മൈനസ് 2/7xy. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 28 ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 മോഡുലസ് ഓഫ് എഫ് ഓഫ് ഐ അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 28 ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 മോഡുലസ് ഓഫ് എഫ് ഓഫ് ഐ. സിഗ്മ എക്സ്പാൻഡ് ചെയ്താൽ ഇതെന്താകും? 28 ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് 1 പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 2 അല്ലേ, പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 5. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 ഒക്കെ വേണമെങ്കിൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിന് 1 2 3 എന്ന് കൊടുത്താൽ മതിയാകും അല്ലേ? പക്ഷേ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ നോക്കി, അതിനകത്ത് എയും ബിയും രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അൺനോൺ ക്വാണ്ടിറ്റീസ് എയുടെയും ബിയുടെയും വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ന്യൂമറിക്കൽ ആൻസർ വരുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഇക്വേഷൻ ഉപയോഗപ്പെടുത്താം. നമുക്ക് ആ ഫങ്ഷണൽ ഇക്വേഷൻ എടുത്താലോ? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ അല്ലേ, പിന്നെന്താ പ്ലസ് 1 മൈനസ് 2/7 ഇൻറ്റു എക്സ് വൈ. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ഫങ്ഷണൽ ഇക്വേഷൻ. നമുക്ക് എയും ബിയും അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എയും ബിയും കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യുന്നു, ഇവിടെ എക്സിനും വൈക്കും 0 എന്ന് കൊടുക്കുന്നു. എക്സിനും വൈക്കും 0 എന്ന് കൊടുത്താൽ നമ്മുടെ ഈ ഫങ്ഷണൽ ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കാം. എഫ് ഓഫ് 0 പ്ലസ് 0 അതായത് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് 1 മൈനസ് 2/7 ഇൻറ്റു എക്സ് വൈയും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറത്തില്ലേ? നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഓരോ എഫ് ഓഫ് 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എനിക്ക് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് 1 എന്നല്ലേ കിട്ടുക. അവിടെ നിന്ന് നമുക്ക് എഫ് ഓഫ് 0 എന്തെന്ന് എഴുതാം? -1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എഫ് ഓഫ് 0 -1 എന്ന് കിട്ടി. പക്ഷേ നോക്കിയേ, എന്താ എഫ് ഓഫ് 0? എഫ് ഓഫ് എക്സിൽ എക്സിന് 0 കൊടുത്താൽ നമുക്ക് എഫ് ഓഫ് 0 കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് എഫ് ഓഫ് എക്സിൽ എക്സിന് 0 കൊടുത്ത് നോക്കിയാലോ. ഇതാണ് എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ അതിനകത്ത് എക്സിന് 0 കൊടുത്താൽ 2 plus 3a ഇൻറ്റു എക്സ് സ്ക്വയർ അത് കംപ്ലീറ്റ് 0 ആയിട്ട് മാറത്തില്ലേ എക്സിന് 0 കൊടുത്താൽ? അടുത്ത ടൈം എന്താ? a plus 2 by a minus 1 ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് 0 കൊടുത്താൽ അതും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബാക്കി എവിടെ പ്ലസ് ബി മാത്രം വരും, ശരിയല്ലേ? അപ്പോൾ എഫ് ഓഫ് 0 എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ബി ആണെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുക? ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 0 നമുക്ക് ബി എന്ന് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് 0 ഈക്വൽ ടു -1 എന്ന് വന്നാൽ ബി അല്ലേ ഈക്വൽ ടു -1 വരുന്നത്. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ കണ്ടുപിടിക്കാനേ ഇപ്പോൾ എഫ് ഓഫ് 0 ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. ആ എഫ് ഓഫ് 0 എന്ന് വരുത്താൻ ഞാനൊരു കാര്യം ചെയ്യുന്നു, വൈക്ക് -x എന്ന് കൊടുക്കുന്നു. വൈക്ക് -x എന്ന് നമ്മുടെ ഫങ്ഷണൽ ഇക്വേഷനിലേക്ക് കൊടുത്താൽ, ദാ ഈ ഇക്വേഷനകത്തേക്ക് കൊടുത്താൽ എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് അല്ലേ, എഫ് ഓഫ് 0 എന്നാകത്തില്ലേ? അപ്പോൾ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ മാറ്റിയിട്ട് എന്ത് കൊടുത്തു? -x കൊടുത്തു. പ്ലസ് 1 ഉണ്ട് അല്ലേ, മൈനസ് 2/7 ഇൻറ്റു എക്സ് ഇൻറ്റു -x അതായത് -x² എന്ന് വരും. ആ മൈനസ് ദാ ഈ മൈനസുമായിട്ട് ചേർന്ന് അത് പ്ലസ് ആയിട്ട് മാറത്തില്ലേ? അപ്പോൾ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് -x പ്ലസ് 1 പ്ലസ് 2/7x² എന്നല്ലേ വരുന്നത്. എഫ് ഓഫ് 0 അത് -1 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എന്താ എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് നമുക്കവിടെ തന്നിട്ടുണ്ട്, അത് എഴുതാം. 2 plus 3a ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ 2 plus 3a ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് അടുത്തതോ രണ്ടാമത്തെ ടൈം a plus 2 by a minus 1 ഇൻറ്റു എക്സ്, പിന്നെ പ്ലസ് ബി അല്ലേ. അപ്പോൾ ആ ബിയെ നമുക്ക് -1 എന്ന് തന്നെ എഴുതിയേക്കാം. ബി നമുക്ക് -1 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. പ്ലസ് ഇനി അടുത്തത് എഫ് ഓഫ് -x.
എഫ് ഓഫ് മൈനസ് എക്സ് വേണമെങ്കിൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സ് മാറ്റി മൈനസ് എക്സ് എന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ എന്താ കിട്ടുക? 2+3a ഇൻറ്റു എക്സ് മാറ്റി മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് എക്സിൻ്റെ സ്ക്വയർ, അത് എക്സ് സ്ക്വയർ തന്നെ. അതുപോലെ അടുത്തത് a+2/a-1 ഇൻറ്റു എക്സ് മാറ്റി മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് എക്സ്, അപ്പോൾ ആ മൈനസ് ഇവിടെ കൊടുക്കാം അല്ലേ. മൈനസ് ഓഫ് a+2/a-1 ഇൻറ്റു എക്സ്, പിന്നെ ഒരു -1, പിന്നെ പ്ലസ് ഈ 1 ഉണ്ടല്ലോ, അപ്പോൾ +1, പിന്നെ 2/7x², അതങ്ങനെ തന്നെ പ്ലസ് 2/7x². ക്ലിയർ ആണല്ലോ? യെസ്. രണ്ട് സൈഡിലും -1 ഉണ്ട്, ക്യാൻസൽ ചെയ്തേക്കാം. ഇവിടെയും -1 ഉണ്ട്, ദാ ഇവിടെയും ഒരു -1 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 0 = അല്ലേ, 0 = നോക്കാം. അടുത്ത എന്താ? 2+3ax², വീണ്ടും ഒരു 2+3ax² ഉണ്ട്. അപ്പോൾ 2 ടൈംസ് 2+3ax², ഇതല്ലേ ഇവിടെ വരിക അല്ലേ. പിന്നോ അടുത്തതാ ഈ രണ്ട് ടേംസ് ക്യാൻസലായി പോകത്തില്ലേ, ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്, രണ്ട് ടേമുകളും ക്യാൻസലാകും. പിന്നെ അവിടെ ഒരു -1 ഒരു +1, അതും ക്യാൻസലായി പോകത്തില്ലേ അല്ലേ. പിന്നെ ഒരു 2/7x² മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പ്ലസ് 2/7x². ക്ലിയർ ആണല്ലോ? യെസ്. ഇവിടെ ഒരു x² കോമൺ ആണ് അല്ലേ, ഇവിടുത്തെ x² കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 2+3a ഇൻറ്റു x². ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അതായത് 2 ഇൻറ്റു 2+3a പ്ലസ് 2/7 ഇൻറ്റു x² = 0, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 2 ഇൻറ്റു 2+3a പ്ലസ് 2/7 ഇൻറ്റു x² = 0. അതിനെ 4+6a പ്ലസ് 2/7 ഇൻറ്റു x² = 0 എന്ന് എഴുതാം. പക്ഷെ നോക്കി, ഇത് ഏത് എക്സ് എടുത്താലും ഇത് =0 എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 4+6a പ്ലസ് 2/7 = 0, ശരിയല്ലേ. അപ്പോൾ വൈക്ക് -x എന്ന് കൊടുത്താൽ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അത് ഏത് എക്സ് എടുത്താലും അത് 0 ആണ്, ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റിൽ എന്ത് വന്നു? 4+6a പ്ലസ് 2/7 ഇൻറ്റു x² = 0 ഫോർ എവരി എക്സ് എന്നാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആ കോഎഫിഷ്യൻ്റ് എന്താവണം? 0 ആകണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് എനിക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ -5/7 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂമായി. അപ്പോൾ നേരത്തെ b -1 എന്ന് കിട്ടി, ഇപ്പോൾ a എന്ന് പറയുന്നത് -5/7 എന്നും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതാം അല്ലേ. എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് = എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് തന്നിരുന്നത്? 2+3a ഇൻറ്റു x². അപ്പോൾ 2+3 ഇൻറ്റു a നമുക്ക് -5/7 എന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻറ്റു x². ശരിയാണല്ലോ? യെസ്. പിന്നെ അടുത്തതോ പ്ലസ് a+2/a-1, a+2/a-1, എക്ക് -5/7 എന്ന് കൊടുത്തു, ഇൻറ്റു എക്സ്. ശരിയല്ലേ? പിന്നെന്താ വരുന്നത്? പ്ലസ് ബി. അപ്പോൾ ബി നമുക്ക് നേരത്തെ തന്നെ -1 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാലോ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് -1/7x² -3/4x -1 എന്ന് കിട്ടും സിംപ്ലിഫൈ ചെയ്താൽ. അപ്പോൾ ഇതാണ് നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടുന്നത്, ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോക്കി, ഇതിനകത്ത് എയോ ബിയോ ഒന്നും കാണാനില്ല. അപ്പോൾ ഇനി നമുക്ക് f(1), f(2), f(3) ഒക്കെ എടുത്തിട്ട് ആഡ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ശരിക്കും എഫ് ഓഫ് എക്സ് കിട്ടി. പക്ഷെ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് അല്ലേ ആവശ്യം. നമ്മുടെ അടുത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മോഡ് f(1), മോഡ് f(2), മോഡ് f(3) എക്സെട്ര എന്നുള്ളതാണ്. അപ്പോൾ മോഡുലസ് ഓഫ് -1/7x² -3/4x -1 അല്ലേ, മൈനസ് ഓഫ് 1/7x² പ്ലസ് 3/4x പ്ലസ് 1 അല്ലേ, അതിൻ്റെ മോഡുലസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് = മോഡ് എടുക്കുമ്പോൾ മൈനസ് ഇല്ലാതാകും അല്ലേ. അപ്പോൾ അതിനെ എനിക്ക് 1/7x², അടുത്തത് പ്ലസ് 3/4x പ്ലസ് 1 അല്ലേ എന്നെഴുതാം. നമുക്ക് വേണ്ടത് സിഗ്മ i = 1 to 5
മോഡ് എഫ് ഓഫ് ഐ ആണ്. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 1/7 ഐ സ്ക്വയർ പ്ലസ് 3/4 ഐ പ്ലസ് 1 എന്ന് കിട്ടും. ശരിയാണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 ഐ സ്ക്വയർ അല്ലേ, പ്ലസ് 3/4 ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 ഐ പ്ലസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 1. ശരിയല്ലേ? ഇസ് ഈക്വൽ ടു 1/7 ഇൻറ്റു എന്താ സിഗ്മ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ഇവിടെ അങ്ങനെ 5 സ്ക്വയർ വരെ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സം. അതെന്താ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. അപ്പോൾ ഇവിടെ n 5 ആണ്. 5 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3/4 ഇൻറ്റു സിഗ്മ ഐ, അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര എവിടം വരെ 5 വരെ 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ സം എന്താ? n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഇവിടെ n 5 ആണ്. 5 ഇൻറ്റു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് സിഗ്മ 1, അതായത് 5 പ്രാവശ്യം 1 ആഡ് ചെയ്യണം, 5 അല്ലേ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ 6 ഒക്കെ ക്യാൻസൽ ചെയ്യാം. സോ 55 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ നമുക്ക് 2ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് 3 എഴുതാം. അപ്പോൾ അവിടെ 45/4 എന്ന് വരും, പ്ലസ് 5. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 675 ഡിവൈഡഡ് ബൈ 28 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് 28 ഇൻറ്റു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 5 മോഡ് എഫ് ഓഫ് ഐ ആണല്ലോ. അപ്പോൾ അത് ഈക്വൽ ടു എത്രയാണ് വരിക? 675 എന്നാണ് വരിക. 675 എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 4ലാണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ.